നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയറുടെ റീഹാബിലിറ്റേഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് ആരാധകർ എപ്പോഴും വിവരങ്ങൾ ആരായുന്നതാണ്. ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ ഒരു അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട്. അതിലവർ പറയുന്നത് നെയ്മർ തൻ്റെ റിക്കവറിയുടെ പകുതി പിന്നിട്ട് കഴിഞ്ഞു, ട്രീറ്റ്മെൻറ്റിൻ്റെ ഹാഫ് പിന്നിട്ട് കഴിഞ്ഞു എന്നാണ്. പിന്നെയുള്ള ചോദ്യം കോപ്പ അമേരിക്ക കളിക്കുമോ എന്നുള്ളതാണല്ലോ. കഴിഞ്ഞ ദിവസം റോഡ്രിഗോ ലാസ്മർ നോക്കിയിട്ട് കോപ്പ അമേരിക്കക്ക് അദ്ദേഹത്തിന് കളിക്കാൻ പറ്റില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. അതൊക്കെ വിശദമായിട്ട് ഇപ്പോൾ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഗ്ലോബോ പറയുന്നത് നെയ്മർ അദ്ദേഹത്തിൻ്റെ സർജറിക്ക് ശേഷമുള്ള ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഹാഫ് ഭാഗം ഇപ്പോൾ പിന്നിട്ട് കഴിഞ്ഞു. CBF വളരെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കോപ്പ അമേരിക്ക ഇപ്പോൾ റഡാറിലില്ല. അതായത് കോപ്പ അമേരിക്കയിൽ അദ്ദേഹം കളിക്കാനുള്ള സാധ്യത ഇപ്പോഴില്ല. ദെൻ നെയ്മർ ഇപ്പോൾ റിക്കവറി പ്രോസസ്സിലൂടെ കടന്നു പോകുന്നു. അതിൽ കഴിഞ്ഞ വ്യാഴാഴ്ച അദ്ദേഹം റോഡ്രിഗോ ലാസ്മർ ബെലോ ഹൊറിസോണ്ടയിൽ പോയി കണ്ടിരുന്നു. റോഡ്രിഗോ ലാസ്മർ മാത്രമല്ല, ബ്രസീലിയൻ ടീമിൻ്റെ ഡയറക്ടറും അവിടെ ഉണ്ടായിരുന്നു. ഡോക്ടർ റോഡ്രിഗോ ലാസ്മർ കൂടാതെ ബ്രസീലിയൻ ടീമിൻ്റെ ഡയറക്ടറും അവിടെ ഉണ്ടായിരുന്നു. അതായത് റോഡ്രിഗോ കിറ്റാനോ ഉണ്ടായിരുന്നു. അവരൊരുമിച്ച് ഇതിൻ്റെ ഇവാലുവേഷൻ കാര്യങ്ങളും മറ്റുമൊക്കെ ഡിസ്കസ് ചെയ്തു. അതിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത് നെയ്മർ ഇപ്പോൾ പരിക്ക് പറ്റിയിട്ട് 5 മാസക്കാലം പിന്നിട്ട് കഴിഞ്ഞു. സർജറി കഴിഞ്ഞിട്ട് 4.5 മാസക്കാലം പിന്നിട്ട് കഴിഞ്ഞു. ഇനിയും പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് 4.5 മാസക്കാലം കൂടി വേണ്ടി വരും അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും ഫിറ്റായിട്ട് കളിക്കളത്തിലേക്ക് മടങ്ങി വരാൻ. അതുകൊണ്ട് തന്നെ കോപ്പ അമേരിക്ക എന്ന പോസിബിലിറ്റി ഇപ്പോഴില്ല എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു എന്ന് ഗ്ലോബോ വീണ്ടും ആ വിവരങ്ങൾ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്ന തരത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റോഡ്രിഗോ ലാസ്മർ ബ്രസീൽ ടീമിനോടൊപ്പം ലണ്ടനിലാണുള്ളത്. അദ്ദേഹം അധികം വൈകാതെ മാധ്യമങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ നേരിട്ട് തന്നെ പറയും എന്നുള്ളൊരു പ്രതീക്ഷയും ഗ്ലോബോ പങ്കുവെക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.